ജൂണിന് ആന്റി ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മുടെ സ്കൂളിൽ നടന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ളൊരു അവയർനെസ് ക്ലാസ്സിലാണ് നമ്മളോട്. ആക്ച്വലി എനിക്ക് തോന്നുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഈ ലഹരി ഇത്ര വിപുലമായി ആചരിച്ചിരുന്നില്ല. പക്ഷെ എന്താ ഇന്ന് അതിന്റെ സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇത്ര വിപുലമായി ഗവൺമെന്റും നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളെ ആചരിക്കാൻ പറയുന്നത്. നിങ്ങൾക്കറിയാം എന്നുള്ള അവസ്ഥ. വിദ്യാർത്ഥികളുടെ ഇടയിൽ ലഹരി ഉപയോഗം കൂടി വരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി 26 പ്ലാൻ ചെയ്തതാണ് നമ്മുടെ ഇങ്ങനെ അവയർനെസ് ക്ലാസ് സംഘടിപ്പിക്കണമെന്ന്. പക്ഷെ അന്ന് സാധ്യതയായിരുന്നു. അപ്പോൾ നമുക്കത് അന്ന് നടത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ അങ്ങനെ ഒരു അവയർനെസ് ക്ലാസ് തെറ്റാണ്, സമൂഹത്തിലുള്ള തെറ്റാണ്, സംസാരിക്കുന്നത് തെറ്റാണ്. അങ്ങനെയുള്ള രീതിയിലൊക്കെ അങ്ങനെ സത്യസന്ധമായിട്ടുള്ള പ്രണയത്തിന്റെ ഉടമകളായിരുന്നു പണ്ടത്തെ ആളുകൾ മുഴുവൻ ഈ രമണ്ട കാലഘട്ടത്തിൽ. ഇന്നാണെങ്കിലോ ഇന്ന് മുഴുവൻ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം മാത്രമല്ല, യുവാക്കളും യുവജനങ്ങളും വലിയ ആളുകളുണ്ട്. ഇന്ന് മുഴുവനും ലഹരിയിലേക്ക് അടിമപ്പെട്ട് കുടുംബ ജീവിതം അല്ലെങ്കിൽ വിദ്യാർത്ഥി ജീവിതം അല്ലെങ്കിൽ യുവജനങ്ങളുടെ യൗവനം മുഴുവൻ നശിച്ച് കവിടം മറിയുന്നത് സാഹചര്യം ഇവിടെ സംജാതമായിരുന്നു. അപ്പൊ ഇപ്പോ ഈ സത്യസന്ധത ഇല്ല. കളവാണ്. ലഹരി കടിപ്പെട്ട് കഴിഞ്ഞാൽ കളവ് പറയാൻ പറഞ്ഞു, മോഷ്ടിക്കാൻ പറഞ്ഞു. കാരണം ലഹരി വാങ്ങാൻ മാറ്റം. അപ്പൊ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് മുഴുവൻ മാറി. ഇന്ന് മുഴുവനും നമ്മുടെ കുട്ടികള് അല്ലെങ്കിൽ യുവാക്കള് മുഴുവൻ മാറി. അപ്പൊ എന്താ ലഹരി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനോടോ ആസക്തി. ഇവിടെ നമുക്ക് കിട്ടുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള സന്തോഷം, ആഹ്ലാദം, ഉന്മേഷം, പ്രസരിപ്പ്, ഇങ്ങനെ ഇത്യാദി സാധനങ്ങൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ പ്രവർത്തിക്കുന്നതിലൂടെ കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ലഹരി എന്ന് പറയാം. അപ്പൊ നമ്മളിപ്പോ ചിലപ്പോ ലഹരി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ നമുക്ക് അവിടെ കുത്തൽ പോലെ പറ്റും, ഒരു അടപ്പ് പറഞ്ഞെങ്കിൽ അല്ലേ? അതെന്ത് സാധനം? അതിന് ഈ പുകയില ഉൽപ്പന്നങ്ങളിൽ പെട്ടിട്ടുള്ള ലഹരി വസ്തുവാണ്. അപ്പൊ ഇനി നിങ്ങൾ അത് കുഴപ്പമില്ല കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളാണെങ്കിലും നിങ്ങളിപ്പോ മുതിർന്ന ആളുകളായിരിക്കും, നിങ്ങൾ വലിയ വിവരമുള്ള കുട്ടിയുള്ള കട്ടന്മാരെ ചേച്ചിമാരെ ലഹരിക്കെതിരായ ഒരു ക്ലാസ്സിനുപരി നമുക്ക് എങ്ങനെ നല്ലൊരു മനുഷ്യനാവാം എന്ന ഒരുപാട് കാര്യങ്ങൾ മൂല്യങ്ങൾ നമുക്ക് പറയാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരുപാട് റിയൽ ലൈഫായിട്ടുള്ള എക്സാമ്പിൾ നമുക്ക് രസകരമായ രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്ത തരത്തിലുള്ള ഒരുപാട് നല്ല നല്ല എക്സാമ്പിൾസ് പറഞ്ഞതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ ഹൃദ്യമായ ഒരു കാര്യമായിരുന്നു. അതായത് മാതാപിതാക്കളുടെ കഷ്ടപ്പാട് പറയുന്നതിലൂടെ നമുക്ക് നാളെ എങ്ങനെ അവരുടെ പ്രതീക്ഷകൾക്ക് ഒത്തു ഉയരാം, അതുപോലെ നാളെ നല്ലൊരു സമൂഹം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. നമ്മളെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. സാറിന് വളരെയധികം താങ്ക്സ് ഞാൻ പറയുകയാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരുപാട് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ സാറ് പറഞ്ഞു. പിന്നെ ഒരുപാട് മഹാന്മാരെ പറ്റി, എല്ലാ മേഖലയിലുള്ള പ്രഗത്ഭരായ വ്യക്തികളെ പറ്റി പറഞ്ഞു. അപ്പൊ അവരൊക്കെ നമ്മളെ തീർച്ചയായും ഇൻസ്പയർ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലഹരിയുണ്ട്, ഓരോ കഴിവുണ്ട്. അപ്പൊ അതെല്ലാം നമ്മളെ രൂപീകരിച്ചെടുക്കുന്നത് കൂടുതലായിട്ട് നമ്മള് ഇൻക്രീസ് ചെയ്യാൻ തന്നെ മനോഹരമായിട്ടും ക്ലാസ്സുകൾ എടുത്ത് കഴിഞ്ഞു അല്ലേ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടാൻ പാടില്ല. പലരും ഈ ലഹരിയിൽ അടിമപ്പെടുന്നത് ഒരിക്കലും ഉപയോഗിച്ച് നോക്കാം, ഇതിന്റെ കൗതുകം എന്താണെന്ന് അറിയാമെന്ന മട്ടിലാണ് പലവരും ഈ ലഹരി ഉപയോഗിക്കുന്നതെങ്കിലും പിന്നീട് അതിൽ നിന്ന് വിമോചനപ്പെടാനാവാതെ അവർ കഷ്ടപ്പെടുന്ന ഒരു കാഴ്ച തുടർക്കഥയായിട്ട് നമ്മൾക്ക് ഈ സമൂഹത്തിൽ കാണാനായി കഴിയുന്നുണ്ട്. ഓരോ കുട്ടികളും ഈ ലോകത്ത് ജനിച്ചു വീഴുന്നത് പുതു പുതു പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളോട്